അല്ലാഹു 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 പത്തൊൻപതാം വേദിയിൽ ദഫ് മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇടുക്കിയിൽ നിന്നുള്ള ഒരു ദഫ് ടീം എന്നോടൊപ്പം ചേരുന്നു. ഈ ടീമിനൊരു പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ 10 വർഷമായി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഈ സ്കൂളിൽ നിന്ന് ടീം എത്തുന്നു എന്നുള്ളതാണ്. ഏതാണ് ആ സ്കൂൾ? നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. ഇടുക്കിയിൽ നിന്നുള്ള ടീമാണ്. 10 വർഷമായി സ്കൂളിൽ നിന്ന് ടീം മത്സരിക്കുന്നുണ്ടല്ലേ? ഏതാണ് ആ സ്കൂൾ? ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കല്ലാറ്. 10 വർഷമായിട്ട് അടുപ്പിച്ച്, കൊറോണയുടെ ഒരു വർഷം ഒഴികെ ബാക്കി 10 വർഷമായിട്ട് അടുപ്പിച്ച് ഇടുക്കി ജില്ലേനെ ബേസ് ചെയ്ത് ദഫ്മുട്ടിൻ്റെ ഹയർ സെക്കൻഡറിക്ക് സ്റ്റേറ്റിന് വരുന്ന ടീം നമ്മളാണ്. ഗവൺമെൻറ് പരിശീലകനാരാണ് ഇപ്പം? പരിശീലകൻ ഫാസിൽ. ഫാസിൽ ഇവിടെ സ്കൂളിൽ പഠിച്ച ദഫ് പരിശീലിച്ച് പിന്നീട് കലോത്സവത്തിലടക്കം വന്ന ആളാണ്. ഇപ്പോൾ പരിശീലകനായി അല്ലേ? അതെ, ഇപ്പോൾ പഠിപ്പിക്കും. ഓക്കെ, അതാണ് പരിശീലകരുടെ വിശേഷം. നമുക്കിനി നേരെ ഇവരെ പരിശീലിപ്പിച്ച വിദ്യാർത്ഥികളുടെ മികവ് കാണാം. നിങ്ങൾ അവതരിപ്പിച്ച് കഴിഞ്ഞോ? കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് പെർഫോമൻസ് കണ്ടാലോ? ഓക്കെ. ഖുത്ബുൽ അക്താബി യാ സലാബിബാ വദം മുന്നൽ അല്ലാഹു അല്ലാഹു ഓക്കെ, ഏതായാലും അടിപൊളിയായിട്ട് ഒരു പെർഫോമൻസ് ആണ് നമ്മൾ കണ്ടത്. പരിശീലകരെ കൂടി ഒരിക്കൽ കൂടി പോവുകയാണെങ്കിൽ, നമ്മൾ 10 വർഷമായിട്ട് തുടരെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ട്രിക്ക് എന്തായിരിക്കും? അത് അബുദാർ ഞാനാണ് ഇവരെ പഠിപ്പിച്ചത്. പിന്നെ ഇവർ അടുത്ത സെക്ഷനെ പഠിപ്പിച്ചു. പിന്നെ അങ്ങനെ അടുത്ത സെക്ഷനിലേക്ക് എത്തി. അങ്ങനെ ഞങ്ങൾ ഇപ്പം ഒരു 10 വർഷമായിട്ട് ഇങ്ങനെ ഞങ്ങൾ പഠിപ്പിച്ച പിള്ളേർ നെക്സ്റ്റ് പഠിപ്പിച്ച് ഇങ്ങനെ പോരുന്നു. ഇതിൽ എല്ലാവരും സ്കൂളിൽ വന്നതിന് ശേഷമാണോ ദഫ് കൊട്ടി തുടങ്ങിയത്? ആണ്. അതെ. ഈ മദ്രസയിലൊക്കെ ദഫ് പരിശീലിച്ച് ദഫ് കളിച്ച് വരുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല, എല്ലാവരും സ്കൂളിൽ വന്നതിന് ശേഷം പഠിച്ച്. മദ്രസയിൽ ഫാൻസി ദഫ് കളിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ്. അത് രണ്ടും മാറ്റം ഉണ്ടല്ലോ ശരിക്കും? നല്ല മാറ്റമുണ്ട്. ഇത് ട്രഡീഷൻ. മത്സരത്തിന് വരുന്ന ഈ ദഫും നമ്മൾ മദ്രസകളിലൊക്കെ കാണുന്ന ഈ നബിദിനത്തിനൊക്കെ കാണുന്ന ദഫും തമ്മിൽ മാറ്റമുണ്ട്. എന്താണ് മാറ്റം? അതെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഒറിജിനൽ തോലും വെച്ചുണ്ടാക്കിയ ദഫ് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കലയാണ്. മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാട്ടിട്ട് അതിൻ്റെ കൂടെ ഫാൻസി ആയിട്ട് കളിക്കുന്നത്. ആ ദഫ് പരിശീലിച്ച ഒരാൾക്ക് ഈ ദഫ് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുമോ? അതിന് മാറ്റമുണ്ടോ ശരിക്കും? നല്ല മാറ്റമുണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കറക്ക് മാത്രമാണ് നമുക്ക് അതിൻ്റെ അകത്ത് ബന്ധിക്കാൻ പറ്റത്തുള്ളൂ. നല്ല മാറ്റമുണ്ട്. വെയിറ്റ് ഉൾപ്പെടെ മാറ്റം ഉണ്ടാവും അല്ലേ? ഓക്കെ, എനിക്ക് ഹൈദരി എന്നല്ല പേര് പറഞ്ഞ് നിന്റെ ഒരു പാട്ട് മാത്രമായിട്ടൊന്ന് കേൾക്കാൻ ആഗ്രഹമുണ്ട്. പാടോ? മാപ്പിളപ്പാട്ട്. പിറകേ റസൂലുള്ള അമ്മത്തവർ ബിന്ത് പേരാകും ഹംലത്ത്. പിറകേ റസൂലുള്ള അമ്മത്തവർ ബിന്ത് പേരാകും ഹംലത്ത്. അപ്പോതിൽ നബി മുമ്പന്ത് സിറിയാലെ പാർത്തൊരു കൂലിനെ തേടിക്കൂനീ. ചെപ്പിനാൾ ത്വാഹാവേ ആരു തൊട്ടുകൊൽനീ. പർദാനവന്റെ ഹബീബ് നബിയാരുറ്റ് ഫളുത്തോർ. നിന്മാമൻ ഹംസത്തവരെ തൊട്ടി റസൂലവരേകൾ തരിത്ത്. അവർ ചൊന്നാൾ ഇന്നാലില്ലാഹി വ ഇന്ന ഇലൈഹി റാജിഊൻ.
ഏതായാലും പാട്ടുകൊണ്ടും സൂപ്പർ, ദഫ് കൊണ്ടും അടിപൊളി, അങ്ങനെ തകർക്കുകയാണ്. അടുത്ത വർഷവും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വീണ്ടും വരാൻ കഴിയട്ടെ എന്ന ആശംസ കൂടി നേരുകയാണ്. ക്യാമറ പേഴ്സൺ ലയേഷ് കാഞ്ഞിക്കാവിനൊപ്പം മുഹമ്മദ് ഷംസീർ, ടീം മീഡിയ 1.